ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് കോലമ്പാടം ആ ഭാഗത്തായിട്ടാണ്. കോലമ്പാടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുള്ളിമരുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, പോളിയോ. അപ്പോൾ വന്ന വരവിൽ കടയിൽ കയറി മുട്ടായൊക്കെ വാങ്ങി പോരാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അവിടെ അംഗൻവാടീൻ്റെ അടുത്തുള്ള കട ഇപ്പോൾ അടച്ചതുകൊണ്ട് ഞങ്ങൾ കോലമ്പാടത്തേക്ക് വന്ന. കോലമ്പാടത്ത് 2-3 കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടയിൽ കയറി ഞങ്ങൾ മുട്ടായൊക്കെ വാങ്ങി വന്നു. അപ്പോൾ വന്ന വഴിക്ക് ഈ കാണുന്നത് പഴയൊരു കുളമാണ്, പണ്ടത്തെ ഒരു കുളം. ഞാനൊക്കെ ചെറിയതായിരുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് കുളിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുളിക്കാനും അലക്കലൊക്കെ അമ്മ അച്ഛമ്മയൊക്കെ മരിച്ച സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നു കുളിക്കാനും നനയ്ക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആരും വരലൊന്നുമില്ല. കണ്ടില്ലേ, കുളത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. അപ്പം ഞങ്ങൾ കോലമ്പാടും ഒരു ഭാഗമാട്ടത്. അപ്പം നമ്മളിന്നിങ്ങനെ പോവുകയാണ്. എൻ്റെ കൂടെ അദ്വിക്കുണ്ട്, അദ്വിക്കായ അബി. അപ്പം അബിക്കുട്ടനെയും ഞാനും ഞങ്ങൾ യാത്ര തുടരുകയാണ് വീട്ടിലേക്ക്. ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇത് ഞങ്ങളെ നാടിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങൾ കോലമ്പാടം ആ വഴിക്കാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളെ നാട്ടിൽ തന്നെ അബീൻ്റെ കൈയിൻ്റെ അടുത്തു കൂടെ വണ്ടി പോയതെന്നാണ് അബി പറയണത്. കാലിൻ്റെ അടുത്ത് കൂടെ പോയിന്ന് കണ്ടോ. കുറേ ആയി വിചാരിക്കണേ ഞങ്ങളുടെ നാട്ടിൽ ചില ഭാഗങ്ങളൊക്കെ കാണിക്കണം. അങ്ങനെയൊക്കെ കാണാത്തവർക്കായി കണ്ടുകൊള്ളുക. മഴയൊക്കെ പെയ്ത് റോഡൊക്കെ കണ്ടില്ലേ, ചളിവെള്ളം. ഇതിനേക്കാളും ചപ്പിളി ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന വഴിക്ക്. പക്ഷെ അവിടെയൊന്നും നമ്മൾ വീഡിയോ പിടിച്ചില്ല. അപ്പം ഞങ്ങൾ വന്ന വഴി അവിടെ നിന്നോട്ടാ വന്ന് ഞങ്ങളിവിടെ എത്തി. വീണ്ടും തിരിഞ്ഞിതാ പോണ്. മഴ ചെറുതായിട്ട് ചാർന്നുണ്ട്, പെയ്തിട്ടില്ല. നേരത്തെ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ അബി തോട്ടിൽ മീനിനെ കണ്ടു. ചെറിയ തോടാണിത്. ഞങ്ങൾ റൂട്ട് പിടിക്കുകയാണ്. ഇതിൽ കൂടെ പോകണില്ല, ഈ വഴിയിൽ ഇതിൽ കൂടെ അങ്ങനെ പോവാണ്. വഴുക്കാതെ പോകണ്ടോ, വഴുക്കുവേ പതുക്കെ പോണേ. നമ്മളിങ്ങനെ ഷോർട്ട് വഴി പിടിക്കുകയാണ് വീട്ടിലേക്ക് പോവാൻ. അപ്പം നമ്മളിങ്ങനെ ഇതേ പോവാണ്. ഞങ്ങളെ തോട് ഇവിടെ തന്നെയാണ്. അബി പറയണത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നിൽക്കട്ടോ, പോവല്ലേ. അതൊക്കെ ഒരു ചെറിയൊരു പാലാണ്. അതിൽ കൂടെ ഞങ്ങളും 2 ആളും പോവാണ്. കണ്ടോ, പാലം കാണിച്ചു തരാം കേട്ടോ. പാലം പറഞ്ഞാൽ ഒരു പോസ്റ്റും കാല്. ഇതിൽ കൂടെയാണ് ഞങ്ങൾ പോരുന്നത്. നമ്മളിതാ വീണ്ടും പോവാണ്. ഇത് ഷോർട്ടാണ്, അപ്പുറത്ത് കൂടെ കറങ്ങണ്ട വിചാരിച്ചിട്ട് ചെറിയൊരു ഷോർട്ട് വഴി കൂടെ പോകുന്നതാണ്. ഏതോ ഒരാളെ വീടാണ്. അതൊന്നും എനിക്കറിയില്ല പറഞ്ഞുതരാൻ, ആരെ വീടാണെന്ന്.
അപ്പോൾ ഗൈസ് ഞങ്ങൾ റോട്ടിലെത്തി. ഈ വഴി വന്നിട്ട് ഇങ്ങനെയാണ് അംഗൻവാടിക്ക് പോവുക. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം ഞങ്ങൾ ഷോട്ട് ചാടി ഈ വഴി കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഈ വീടിൻ്റെ ഈ വഴി കൂടെയാണ് വന്നത്. ഇനി ഞങ്ങളെ വീട്ടിലേക്കുള്ള റോട്ടിൽ കൂടെ അങ്ങനെ പോവുക. അപ്പം എന്തൊക്കെയാ പറഞ്ഞു പോകുന്നുണ്ട്. കുറേ കേൾക്കണുണ്ട്, കുറേ കേൾക്കണില്ല. ഇത് എന്താ, ഈ വീട്ടിൽ ആൾ താമസമൊന്നുമില്ല, വാടകയ്ക്കൊക്കെ കൊടുക്കുന്ന വീടാണ്. ഇവിടെ ആരുമില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അബീൻ്റെ ബലൂണ് കാണിച്ചു കൊടുക്ക്. ആ കാണിക്ക്, വീർപ്പിക്ക്. ബലൂണ് വീർപ്പിക്കാൻ വയ്ക്കോ? വീർപ്പിക്കാൻ പറ്റുമോ നോക്ക്. കേട്ടോ, അബി ബലൂണ് വീർപ്പിക്കുകയാണ്. ശ്രമം പരാജയം. എന്നാലും വീർപ്പിക്കുക അബി. ആ വീർത്തു. പോട്ടെ വണ്ടി. അപ്പം അങ്ങനെ ഞങ്ങൾ മഴ ഇവിടെ പെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? മഴ നല്ലോണം പെയ്തിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ റേഷൻ കുട എടുക്കാതെ ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. അബി എടുക്കാനൊക്കെ പറയുന്നുണ്ട് ഗൈസ്, പക്ഷെ എനിക്ക് മടിയാണ്, അതുകൊണ്ട് ഞാൻ എടുക്കൂല. ഞങ്ങൾ വന്നപ്പോൾ കുറേ നേരം എടുത്തിട്ടാണ് വന്നത്. ഇനിയും എടുക്കണം എന്നാണ് പറഞ്ഞത്. എന്നെ കൊണ്ട് വയ്യ. നമുക്ക് അച്ഛൻ അതാ വരുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ ഭാഗം റബ്ബർ തന്നെ കേട്ടോ, രണ്ട് സൈഡും റബ്ബറാണ്. പറഞ്ഞോട് എന്താണ് അങ്ങോട്ട് അബിയ? തുള്ളി മരുന്ന് കുടിക്കാൻ പോയതാ. പറയില്ല. ഹലോ ഗൈസ് പറയില്ല. അപ്പം അതാ ഞങ്ങളിവിടെ ഇങ്ങനെ എത്തി. വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. ആ കാണുന്ന ഓടിട്ട വീട് അബീൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്, ഇബുവിൻ്റെ. അപ്പം ഞങ്ങളിങ്ങനെ പോവാ. ആ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഈ ഒരു വളവും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് എത്തും. എവിടെ? എന്ത് കാണാന്? ആ ആ ഞങ്ങള് വീഡിയോ പിടിക്കാം. പോയി അപ്പം അങ്ങനെ ഇത് സംസാരിച്ച് നമ്മളെ അയൽവാസിയാണ് കേട്ടോ. ഞങ്ങൾ അയൽവക്കത്തുള്ളവരാണ്. ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഒരു മാങ്ങോട ഭാഗത്ത് അവിടെയാണ് താമസം. അപ്പോൾ ഇവരെ വീട്ടിലിപ്പോൾ ആരുമില്ല. അപ്പം നമ്മളെ വളവ് ഇങ്ങനെ
കഴിഞ്ഞ് തുടങ്ങി. അപ്പം ഈ കുട്ടനതാ അവിടെ എത്തി. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ബാക്ക് വശത്ത് കൂടെ കേട്ടോ നമ്മൾ പോണത്. ബാക്ക് വശമാണെന്ന് ഇവിടെ അടുത്തുള്ള താമസക്കാരാണ്. മത്തൻ്റെ എല്ലാം കണ്ടോ, ഇത് ഇവിടുത്തെ എനിക്ക് തോന്നുന്നുണ്ട് താത്തയാണ് കൃഷി ചെയ്യണത്. അതായത് ഈ വീട്ടിലുള്ള താത്ത. അപ്പം നമ്മളിങ്ങനെ ഇതാ പോണു. ഇത് പിന്നെ ഈ വീട്ടിലത്തെ ആ ഓടിട്ട വീടില്ലേ, ആ വീട്ടിലത്തെ ചേച്ചീൻ്റെ വിറക്. അപ്പോൾ നമ്മൾ ഇതാ പോകുന്നു. കണ്ടില്ലേ, ഞങ്ങൾ വീടിൻ്റെ ബാക്ക് വശം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. കാരണം ഉള്ളിടത്തല്ലേ നമ്മൾ നിൽക്കുള്ളൂ. പുതിയ വീട് പിന്നെ അമ്മയ്ക്കാണ് കേട്ടോ താമസം. അയ്യോ, അപ്പം തന്നെ ഞാൻ വീണേന്ന് ഗൈസ്. അപ്പോൾ പുതിയ വീട്ടിൽ അമ്മയ്ക്കാണ്. ഇപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ പോകാൻ തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. കണ്ടിട്ട് ബോധം കിടന്ന കാര്യം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്.